ഇന്ന് നമുക്ക് നല്ല ചൂട് ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ നല്ല ബീറ്റ്റൂട്ട് തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു 3 ബീറ്റ്റൂട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലോട്ടൊരു 3 പച്ചമുളക് കട്ട് ചെയ്ത് ചേർക്കാം. പിന്നെ ഒരു മീഡിയം സൈസ് സവാള ചേർക്കാം. അതിലോട്ടൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 കപ്പ് തേങ്ങയും നമുക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇനി നന്നായിട്ട് നമുക്ക് കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു പാനിൽ ഓയിൽ ഒഴിച്ച് കടുക് പൊട്ടിക്കാം. കടുകൊക്കെ പൊട്ടി വരുമ്പോൾ ഒരു 2 വെളുത്തുള്ളി അരിഞ്ഞ് ചേർക്കാം. പിന്നെ ഒരു 3-4 വറ്റൽമുളകും കറിവേപ്പിലയും ചേർക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ടിൻ്റെ കൂട്ട് ചേർക്കാം. ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇതെല്ലാം നമുക്ക് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുകയാണ് ഞാനിപ്പോൾ. അത്യാവശ്യം നമ്മൾ എല്ലായിടത്തും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ കുറച്ച് നേരം നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഇതിലോട്ട് ചേർക്കുകയാണ്. ഇനി അടച്ച് വച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. 5 മിനിറ്റ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. കുക്ക് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഇതുപോലെ കാണാം. അപ്പം നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ഓപ്പൺ ആക്കി വെച്ചിട്ട് നമുക്ക് തീ കൂട്ടിയിട്ട് വഴറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. അടിയിൽ പിടിക്കാതെ നിങ്ങൾ നോക്കണം. നല്ല രീതിയിൽ കൈവിടാതെ വഴറ്റി കൊടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. സോൾട്ട് ചേർത്ത് കൊടുത്തിട്ട് ഞാൻ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുകയാണ്. ബീറ്റ്റൂട്ടൊക്കെ നല്ല രീതിയിൽ കുക്കായി വരുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ ബീറ്റ്റൂട്ടൊക്കെ അതായത് നല്ല രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീറ്റ്റൂട്ട് തോരനാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക്